അധ്യയന വർഷം ആരംഭിക്കുവാൻ ഒരാഴ്ച മാത്രം ബാക്കി നിൽക്കെ കാഞ്ഞിരപ്പള്ളിയിൽ സ്കൂൾ കോളേജ് വാഹനങ്ങളുടെ പരിശോധനയുമായി മോട്ടോർ വാഹന വകുപ്പ്. വാഹനങ്ങളുടെ കാര്യക്ഷമത ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായായിരുന്നു പരിശോധന. കാഞ്ഞിരപ്പള്ളി AKJM സ്കൂളിന് സമീപവും അമൽജ്യോതി കോളേജിന് മുൻവശത്തുമായി 61ഓളം വാഹനങ്ങളാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധിച്ചത്. വാഹനങ്ങളുടെ ടയറിന്റെയും സീറ്റിന്റെയും നിലവാരം, ഡോറുകൾ, സ്പീഡ് ഗവർണർ എന്നിവയുടെ പ്രവർത്തനക്ഷമത അടക്കം ഉദ്യോഗസ്ഥർ വിലയിരുത്തി. GPS സംവിധാനവും എമർജൻസി വാതിലിന്റെ പ്രവർത്തനവും കാര്യക്ഷമമാണോ എന്നും പരിശോധന നടത്തി. അമൽജ്യോതി കോളേജിന് സമീപം നടത്തിയ കാര്യക്ഷമതാ പരിശോധനയിൽ 7ഓളം വാഹനങ്ങളും, AKJM സ്കൂളിന് സമീപം നടത്തിയ പരിശോധനയിൽ 5ഓളം വാഹനങ്ങളും പരാജയപ്പെട്ടു. ഇവരോട് പ്രശ്നങ്ങൾ പരിഹരിച്ച ശേഷം വീണ്ടും വാഹനങ്ങൾ ഹാജരാക്കുവാൻ ഉദ്യോഗസ്ഥർ നിർദ്ദേശം നൽകി. ടെസ്റ്റ് പാസ്സായ മറ്റു വാഹനങ്ങളിൽ സ്റ്റിക്കർ പതിച്ചു നൽകി. കഴിഞ്ഞ ദിവസം 20ഓളം വാഹനങ്ങളിൽ പരിശോധന പൂർത്തിയാക്കിയിരുന്നു. കാഞ്ഞിരപ്പള്ളി താലൂക്കിലാകെ 160ലധികം സ്കൂൾ കോളേജ് വാഹനങ്ങൾ ഉണ്ടെന്ന് മോട്ടോർ വാഹന വകുപ്പിന്റെ കണക്കുകൂട്ടൽ. ഒരു പുതിയ സ്കൂൾ അധ്യയന വർഷം ആരംഭിക്കുന്നതിനോടനുബന്ധിച്ചിട്ട് കാഞ്ഞിരപ്പള്ളി സബ് RTOഫീസിന്റെ അധീനതയിലുള്ള എല്ലാ സ്കൂളുകളും പരിശോധനയ്ക്ക് ഈ സ്കൂൾ ഗ്രൗണ്ടിൽ വരണമെന്നും എല്ലാ വാഹനവും വന്നത് പ്രമാണിച്ച് എല്ലാ വാഹനങ്ങളുടെയും സുരക്ഷിതത്വവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പരിശോധനകളും നടത്തി CF കഴിയാത്തതും CF കഴിഞ്ഞതുമായ എല്ലാ വാഹനങ്ങളും പരിശോധിച്ച് അവയുടെ എല്ലാം ഗുണമേന്മ ഉറപ്പുവരുത്തിയ സാധനങ്ങൾക്കെല്ലാം സ്റ്റിക്കർ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി പരിശോധനയ്ക്ക് പൂർത്തിയാകാതെ ഫെയിലായ വാഹനങ്ങളുടെ എല്ലാം വീണ്ടും കൊണ്ടുവരാൻ നിർദ്ദേശം നടക്കുകയും നിർദ്ദേശത്തിൻ്റെ അടുപ്പാൽ ഇനി കൊണ്ടുവരുന്നതനുസരിച്ച് അവർ സ്റ്റിക്കർ പതിപ്പിച്ചതിന് ശേഷം മാത്രമേ വാഹനം നിരത്തിൽ ഇറക്കാൻ അനുവദിക്കൂ എന്നുള്ള കാര്യം ജോയിന്റ് RT അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയും ഇതിനൊക്കെയുള്ള സ്ട്രിക്റ്റ് ആയിട്ടുള്ള പരിശോധന നടത്തുന്ന സ്റ്റിക്കർ പതിപ്പിക്കാത്ത വാഹനങ്ങൾ വിദ്യാർത്ഥികളുമായി പോകുന്നതിന് അനുവദിക്കുന്നതല്ല. ഇനിയും പരിശോധന നടത്താനുള്ള മറ്റ് വാഹനങ്ങൾക്ക് പൊൻകുന്നത്ത് പ്രവർത്തിക്കുന്ന ജോയിന്റ് RT ഓഫീസിലെത്തി വാഹനങ്ങൾ പരിശോധിച്ച് അനുമതി വാങ്ങാവുന്നതാണെന്ന് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. പരിശോധനയ്ക്ക് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ ബിനോയ് ജോസഫ്, ജോഷി തോമസ്, അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ ടിനോഷ് മോൻ CV, ജയകുമാർ K, ബിജോയ് S എന്നിവർ നേതൃത്വം നൽകി. ഫെസ്റ്റ് ന്യൂസ്, കാഞ്ഞിരപ്പള്ളി.